ഓക്കെ. പ്ലസ് ഈവനിങ്. അപ്പോൾ നമുക്ക് ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒക്കെ വന്നിരിക്കുന്നത് നമ്മുടെ ഹോപ്പനോപ്പനോ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ഫാമിലിയിൽ ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ഹാപ്പി സോൾസ് ആണ്. ഈ രണ്ട് ഹാപ്പി സോൾസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മോഡൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയും മകളുമാണ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. പലപ്പോഴും എന്താ കണ്ട് കൊതിക്കുന്ന ഒരു 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 റിലേഷൻഷിപ്പ് ആണ് ഇവർ തമ്മിലുള്ളത്. ആൻഡ് ഐ വെൽക്കം സ്വീറ്റ് ശ്രീവിദ്യ ആൻഡ് ജോയ്ഫുൾ ജയലക്ഷ്മി. താങ്ക് യു സോ മച്ച്. സജനി മാം, നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ വെൽക്കം ചെയ്യാം. താങ്ക് യു മാം. വെൽക്കം മാം. വെൽക്കം ജയലക്ഷ്മി കുട്ടി. എന്റെ പേര് ജയലക്ഷ്മി. ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിന് നല്ല സ്കോറും നല്ല റാങ്കും എനിക്ക് സെക്യൂർ ചെയ്യാൻ പറ്റി. 693 മാർക്സ് കിട്ടി. അപ്പൊ എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവാന്നുള്ളത്. ഇതിന്റെ എക്സാം ക്ലിയറും ഒരു എന്താണ് ടെൻഷൻ കാരണം ഫ്രീസ് ആയി പോകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പഠിക്കാത്തതിന്റെ ലാക്ക് കൊണ്ടല്ല, പക്ഷെ എനിക്ക് എക്സാം ഹാളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോ ആ ഒരു ടൈമിലാണ് ഈ കോമ്പറ്റീറ്റീവ് എക്സാം ഫീൽഡിൽ മെന്റൽ ഹെൽത്തിനുള്ള ഇമ്പോർട്ടൻസ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. അങ്ങനെയാണ് നമ്മള് ഫസ്റ്റ് സജീവ് മാമിനെ മീറ്റ് ചെയ്തു. പിന്നെ മാം ഞങ്ങളെ സ്വസ്തി കപ്പിലേക്ക് ഡയറക്റ്റ് ചെയ്തു. അപ്പൊ ഇവര് രണ്ടുപേരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക്, എന്റെ അമ്മയും എന്റെ കൂടെ പാർട്ട്ണറിനെ പോലെ എന്റെ കൂടെ വർക്ക് ചെയ്തു. അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ആക്ച്വലി കൂടുതൽ എനിക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത്. ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അമ്മ ഉൾക്കൊണ്ടിട്ട് അമ്മ മനസ്സിലാക്കിയിട്ട് അമ്മ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ടീം വർക്കാണ് ചെയ്തത്. പിന്നെ ഈ ഓപ്പനൊപ്പനോ എന്ന് പറഞ്ഞാൽ ആദ്യം കേട്ടപ്പോ എന്താണെന്നൊന്നും മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു ടോട്ടൽ ഡിഫറെന്റ് ഐഡിയ ആണ്. പിന്നെ മാം ഇങ്ങനെ സ്വസ്തി കപ്പിള് നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. എന്നിട്ട് നമ്മള് എല്ലാ കാര്യത്തിലും, അതായത് എന്ത് ബ്ലോക്ക് ഫേസ് ചെയ്താലും, ഇപ്പൊ എനിക്ക് ആദ്യം എനിക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് പഠിച്ചിട്ട് മാർക്ക് വരുന്നില്ല, അങ്ങനത്തെ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അതും ആ പ്രൊഡക്ടിവിറ്റി ഒക്കെ എനിക്ക് കൂട്ടാൻ പറ്റി. ഇത് ഓപ്പനെ ചെയ്ത് കഴിയുമ്പോ ഒരു ഫേസ് ഉണ്ടാവും. എനിക്ക് എന്നുള്ളിൽ തന്നെയുള്ള ഒരു ഫേസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അതായത് എക്സാം ഹാളിൽ പോയി കഴിയുന്ന സമയത്ത് എനിക്ക് ചില സമയം എന്നെ വിശ്വസിക്കാതെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് വിടുകയും അങ്ങനത്തെ ഓരോ ബ്ലണ്ടേഴ്സ് കാണിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഈ ഓപ്പനെ ചാൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് ഒരുപാട് ക്ലാരിറ്റി വരാൻ തുടങ്ങി. എനിക്ക് എന്നിൽ വിശ്വാസം വരാൻ തുടങ്ങി. അങ്ങനെ മാർക്ക് ഗ്രാജുവലി ഇമ്പ്രൂവ് ആയി. പിന്നെ അഫർമേഷൻസ്, ഓരോ എക്സാം പോകുന്നതിന് മുമ്പും ഒരു അഫർമേഷൻ പറയുമായിരുന്നു. അമ്മ എനിക്ക് അഫർമേഷൻ പറഞ്ഞു തരും ഇവിടെ നിന്ന് പഠിച്ചിട്ട്, എന്നിട്ട് ഞാൻ അത് യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓരോ എക്സാമും റിയൽ എക്സാം ആയിട്ട് കണ്ട് ഉള്ള ഒരു ജേർണി ആയിരുന്നു. ശരിക്കും ഇത് കോമ്പറ്റീവ് എക്സാമിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ശരിക്കും പറഞ്ഞാൽ മോഡൽ ചെയ്യാം. കാരണം ഇങ്ങനെ ഒരു സപ്പോർട്ട് എടുക്കണം. എന്തൊരു സ്ട്രഗിൾ ഫേസ് ചെയ്യുവാണെങ്കിലും സപ്പോർട്ട് എടുത്താൽ നമുക്ക് നമ്മുടെ റിയൽ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. നമുക്ക് ഒന്നുമില്ല, നമുക്ക് തകർന്നു പോയി എന്ന് തോന്നുന്ന സമയത്ത് നമ്മള് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, എന്തിനും എന്റെ അച്ഛനും അമ്മയ്ക്ക് നന്ദി, അല്ലെങ്കിൽ ഈ പ്രകൃതിക്ക് നന്ദി, എന്റെ ബോഡിക്ക് നന്ദി, എന്തിനെങ്കിലും ഒരു നമ്മുടെ നന്ദി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും ഡിപ്രഷൻ വരില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരിക്കലും ഡിപ്രഷൻ വരില്ല. പിന്നെ ഈ ഹോപ്പിനെ പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാം. പേടി, ആങ്സൈറ്റി, ഇൻസെക്യൂരിറ്റി, പ്രഷർ, അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നുവാണ്, റിലേഷൻഷിപ്സിന്, പിന്നെ നമുക്ക് മണിയോട്, എല്ലാത്തിനും നമുക്ക് ഹോപ്പിനെ യൂസ് ചെയ്യാം. പിന്നെ സെൽഫ് ലവ്, അതൊരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ സെൽഫ് ലവ് എന്താണെന്ന് പഠിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ലവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വേറെ ആളെ സ്നേഹിക്കുന്ന എപ്പോഴും അങ്ങനത്തെ ഒരു ഐഡിയ ആണ് നമുക്ക് മൈൻഡിൽ വരിക. പക്ഷെ സെൽഫ് ലവ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തന്നത് സ്വസ്തി കപ്പിളാണ്. ആ സെൽഫ് ലവ് ചാലഞ്ച്, 21 ഡേയ്സ് സെൽഫ് ലവ് ചാലഞ്ച് എല്ലാവരും മസ്റ്റ് ആയിട്ട് ചെയ്യണം. എന്റെ അമ്മ അത് ഫുൾ കംപ്ലീറ്റ് ചെയ്തു, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഐ കൻ ഗ്യാരണ്ടി യു വിൽ ടോട്ടലി ചേഞ്ച് ആഫ്റ്റർ ദാറ്റ്. ഇത് ട്രാൻസ്ഫോമിങ് ടൂളാണ്. പിന്നെന്താ പറയാ, ഒരു ഫാമിലിയാണ് സ്വസ്തി കപ്പിൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ രണ്ടുപേര് മാത്രമല്ല നമ്മുടെ മെന്റേഴ്സ്, ഈ സജിനി മാമും ഇവർ രണ്ടുപേരും മാത്രമല്ല, പക്ഷെ നമുക്ക് ഹോൾ ഫാമിലി കിട്ടും. നമുക്ക് എന്ത് വേണമെങ്കിൽ തുറന്നു പറയാവുന്ന, നമുക്ക് എന്താണ് ഒരു കംഫർട്ട് പീപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം ഇവരെയൊക്കെ.
എല്ലാവരും ഗുരുക്കന്മാരാണ്. ഇവർ രണ്ടുപേരും മാത്രമല്ല, ആ ഫാമിലിയിലുള്ള എല്ലാ ആളുകളും നമ്മുടെ ഗുരുക്കന്മാരാണ്. നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് വിസ്ഡം ഷെയർ ചെയ്യാം. അങ്ങനെ നമുക്കൊരു ഹാപ്പിനെസ്സോടുകൂടെ ഹാപ്പി സോൾസ് ആയിട്ട് മുന്നോട്ട് പോകും. പിന്നെ അമ്മയ്ക്ക് എന്താ പറയാ? മോള് പറഞ്ഞ പോലെ തന്നെ നമ്മള് സജിനി മാം ത്രൂ ആണ് ഞങ്ങൾ ഈ സ്വത്തി കപ്പിളിലേക്ക് വരുന്നത്. എനിക്ക് ഭയങ്കര ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ആദ്യം ഇവിടേക്ക് വരാനായിട്ട്. പിന്നെയും സജിനി മാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തൊരു സെക്കൻഡ് ഇതില്ല, തിങ്കിങ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് വന്നു. ആദ്യമൊന്നും നമുക്ക് ഈ 4 ഫ്രേസ് എന്തുവായി പറയുന്നത്, ഇതിനകത്ത് എന്താ, വാട്ട് ഇറ്റ് വിൽ ഡു വിത്ത് അവർ പ്രസന്റ് സിറ്റുവേഷൻ, നമ്മുടെ ഈ പ്ലൈറ്റിൽ എങ്ങനെയാണ് ഇത്, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് കണക്റ്റഡ്, അത് നമുക്ക് അറിയാൻ ആയിട്ട് ആദ്യം പറ്റുന്നില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് മാം പറയുന്ന പോലെ തന്നെ, സ്വസ്തി മാം പറയുന്ന പോലെ തന്നെ നമ്മളത് ചാൻഡ് ചെയ്യാനായിട്ട്, ഞാനും ചാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അത് നമുക്കുണ്ടല്ലോ, ആദ്യം ശരിക്കും പറഞ്ഞാൽ മൈൻഡിൽ ഒരുപാട് ബ്ലോക്കേജസ് നമുക്ക് ഉണ്ട്. സംടൈംസ് നമുക്ക് തിരിച്ചറിയാൻ തന്നെ പറ്റില്ല. വെറുതെ ഈ കലക്കവെള്ളം കിടക്കുന്ന പോലെയാണ് മൈൻഡ്. അപ്പൊ കലക്കവെള്ളത്തിൽ ഒരു നാണയം ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ആ വെള്ളം, ആ കലക്കല് മാറി അത് ക്ലിയർ ആകുമ്പോൾ മാത്രമേ നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണ്, നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ആവുള്ളൂ. എനിക്കും ഒരുപാട് മെന്റൽ ബ്ലോക്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഐ ഡിഡ്ന്റ് നോ എന്താ ഞാൻ ഈ കുട്ടിയെ ഞാൻ ഈ ജേർണിയിൽ എന്ത് ചെയ്താലാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ ആ ഒരു നോളജ് ഒക്കെ എനിക്ക് കിട്ടിയത് സജിനി മാമിൽ നിന്നും സജിത മാമിൽ നിന്നുമാണ്. ഈ പ്രത്യേകിച്ച് ഈ ഓപ്പൺ സെഷനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ ആ 4 ഫ്രേസസും മാം പറയും ഇതൊരു മാജിക് ആണ്, നിങ്ങൾ ഒന്നും അറിയാതെ ജസ്റ്റ് ചാൻഡ് ചെയ്താലും അത് പവർഫുൾ ആണെന്ന്. അതും ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു 4 ഫ്രേസസും നമ്മുടെ സിറ്റുവേഷനോട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ആ 4 ഫ്രേസസിന്റെയും ആ ഒരു ഡെപ്ത്, അതിന്റെ ഒരു മീനിങ് ഒക്കെ നമ്മളുടേതായ രീതിയിൽ നമ്മൾ ആ മീനിങ് ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് അതിനോട് ചേർന്ന് സിൻക്രണൈസ് ചെയ്ത് നമ്മൾ അത് ചാൻഡ് ചെയ്യുവാണെങ്കിൽ ദ ഇഫക്ട് വിൽ ബി 100 times. ദാറ്റ് ഐ കൻ ഗ്യാരണ്ടി യു. പിന്നെ ചില സമയത്ത് നമ്മൾ ഷാറ്റേർഡ് ആയി പോകുമ്പോൾ നമുക്ക് ഇതൊന്നും തന്നെ, ഒരു ടൂളും തന്നെ ഉപയോഗിക്കാനായിട്ട് തോന്നത്തില്ല. ആ സമയവും നമ്മൾ ഈ ഓപ്പൺ ചാൻഡ് ചെയ്യും വെറുതെ എന്നോണം. ദാറ്റ് ഈസ് ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാതെ. പക്ഷെ അതിലും നമുക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടിയതായിട്ടാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. സോ ഇപ്പൊ മോള് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിന്ന് മാത്രമല്ല, ലൈഫിൽ ഉടനീളം നമ്മൾ ബാക്കി എല്ലാ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഈസ് ഓൾസോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിന് നമുക്ക് ഇതുപോലത്തെ ഉള്ള കമ്മ്യൂണിറ്റികളിൽ വന്ന് അവരുടെ ഹെൽപ്പ് എടുത്ത്, കാരണം ദേ ആർ ട്രെയിൻഡ്, ദേ നോ ഹൗ ടു ട്രെയിൻ പീപ്പിൾ. നമ്മൾ പറയും നമ്മളുടെ ഇമോഷൻസ് ഒക്കെ എന്താണ്, ഹൈ സ്പൈക്സ്, ഭയങ്കര സ്പൈക്സ് ആണ് അതിന്. പോസിറ്റീവ് നെഗറ്റീവും ഇമോഷൻസിൽ കൂടി ഇങ്ങനെ നമ്മൾ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹൗ ടു ബാലൻസ് ദാറ്റ് ഇമോഷൻസ്, ഹൗ ടു ഹാവ് എ ബ്യൂട്ടിഫുൾ ബാലൻസ് ഓവർ യുവർ ഇമോഷൻസ്. ആൻഡ് ആ ഇമോഷൻസിൽ നമ്മൾക്കൊരു ബാലൻസ് വരുമ്പോൾ എന്താവും, നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് വി ക്യാൻ ട്രാൻസ്ഫോം. അതിന് നമ്മളുടെ സ്വസ്തി മാമിന്റെ ഈ ഓപ്പൺ സെഷൻ, ഇറ്റ് ഈസ് വെരി വെരി യൂസ്ഫുൾ. It is very very powerful. താങ്ക് യു. നമ്മുടെ പില്ലോ ടെക്നിക്കിന്റെ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു അമ്മ എന്ന നിലയിൽ അല്ലെ മാം എടുത്തൊരു എക്സ്പീരിയൻസ് വളരെ വളരെ മാജിക്കൽ എക്സ്പീരിയൻസസ് എന്ന് പറയാം. കാരണം ഏതൊരു അമ്മയ്ക്കും ഒരു കുഞ്ഞ് ഡൗൺ ആകുന്ന കണ്ടാൽ അത് താങ്ങാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളും കൂടെ അങ്ങ് ഡൗൺ ആകും. ആ രണ്ടുപേരും ഡൗൺ ആയി കഴിഞ്ഞാൽ ടോട്ടൽ ആ ആംബിയൻസ് തന്നെ മാറും അല്ലേ. അപ്പൊ അതിൽ നിന്നൊരു ഫോക്കസ് പിടിക്കാൻ, അതായത് മാമിന്റെ ആ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ മാമിനെ ഈ ഒരു ഇതിലേക്ക് സജസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ ഓർക്കുന്നത് അല്ലേ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം കുഞ്ഞ് പഠിക്കുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല, ബാക്കി എല്ലാ സപ്പോർട്ടും നമ്മൾ അഷർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് എന്നെ കൂടെ നിർത്തുമ്പം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ ഇമോഷൻസ് കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം അല്ലെ? ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നുള്ളൊരു യാത്രയായിരുന്നു. എന്താണേലും ഇത്രയും പവർഫുൾ ആയിട്ട് കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളതിൽ മാമിന് വളരെ വളരെ വളരെ
അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. എല്ലാ പേരൻസും സത്യസന്ധമായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് എടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് we could do that only because of you, only because of you, only because of you. ഫസ്റ്റും സെക്കൻഡും തേർഡും 3 വഴികള് only because of you, only because of you both, only because of you. അതേ ഞാൻ പറയുള്ളൂ. പക്ഷെ മാം ആ വഴികളെ കുറിച്ച് ചിന്തിച്ചല്ലോ മാം. അതിന് ആ ഒരു ബ്ലെസ്സിങ്ങിനെയാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത്. കാരണം സാധാരണ ആരും അങ്ങനെ ചിന്തിക്കത്തില്ല. എല്ലാവരും കുഞ്ഞുങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പ്രഷർ ചെയ്യാൻ ചിന്തിക്കുന്നിടത്താണ് എന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെ ആവണം എന്നുള്ളത് ഒരു അമ്മ മാറി ചിന്തിച്ചു എന്ന് പറയുന്നത്. അതിലാണ് എനിക്ക് മാമിനോട് ഭയങ്കര റെസ്പെക്ട് തോന്നുന്ന ഒരു കാര്യം. അപ്പൊ നമ്മളിത് വന്നിട്ട് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം, മാമും ഇമോഷണലി സ്റ്റേബിൾ ആവണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പേരൻസ് പെട്ടെന്ന് അതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ അത് ഇവിടെ പറയാറില്ലേ, നമ്മളുടെ ഹോപ്പനൊപ്പനോട് ഒരു ബേസ് ആയിട്ട് പറയാറുണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന എക്സ്പീരിയൻസസ് എല്ലാം സീഡ് നമ്മളുടെ അടുത്താണെന്ന്. അത് നമ്മളെപ്പോഴും വി ആർ റിലേറ്റിംഗ് ഇറ്റ് ടു ദ പാസ്റ്റ് കർമാസ്. അതിനോടാണ് റിലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനെ പ്രസന്റ് ഇതിലേക്ക് ഒന്ന് ബന്ധിപ്പിക്കുന്ന ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാല് നമ്മളുടെ അകത്ത് പ്രക്ഷുബ്ധമായിട്ടായിരിക്കുന്നത്. ദാറ്റ് ഈസ് അമ്മയും കുട്ടിയുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ മൈൻഡ് പ്രക്ഷുബ്ധമായി ഇരുന്നിട്ട് മോളെ നീ അവരുടെ അടുത്ത് നിന്ന് കേട്ട് പഠിച്ചോ, അല്ലെ മോനെ നീ കേട്ട് പഠിക്കും, നീ നന്നാവെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അവിടെ കൊച്ചിന് എന്തും വന്ന് പറയാനുള്ള ഒരു ഫ്രീഡം ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നതേ നമ്മളിപ്പോ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ഒക്കെ നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആ ഇമോഷൻസിനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഇടമില്ല. ഇങ്ങനെ പ്രഷർ കുക്കറിനകത്ത് കയറി സത്യം പറഞ്ഞ ഈ നീറ്റ് എക്സാം ഒക്കെ എഴുതുന്ന കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ ശരിക്കും നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ ഫാമിലിയിലും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനൊരു നീറ്റൽ ഇരിക്കുന്ന ഒരു പോലെ ഒരു അവസ്ഥയാണ്. അതെ, ശരിക്കും. പിന്നില്ലേ ഇവളിങ്ങനെ ഓരോ പഠിക്കുന്ന സമയത്തെല്ലാം ഇവള് പറയും, അമ്മ അതെനിക്ക് അത് ക്ലാരിറ്റി ഇല്ല, അമ്മ അത് കൺഫ്യൂഷൻ ആവുന്നു, എങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്നറിയില്ല. സംടൈംസ് ഒരു ബ്ലോക്ക് അങ്ങ് വരും, ഭയങ്കരമായിട്ട് ഒരു ബ്ലോക്കാണ്. അപ്പൊ നമുക്ക് സത്യത്തിൽ ചില സമയം എന്താ ഇതിനൊരു വഴിയെന്ന് പോലും നമുക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഈ ഓപ്പനോ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ എപ്പോഴും അതായത് കുക്ക് എപ്പോഴും എവറി ഡേ എവറി ടൈം വെനെവർ ഐ എം awake ഇതിങ്ങനെ എന്റെ മനസ്സിൽ വായിൽ ഓടിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ആ സമയത്ത് അങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഇപ്പം ഐ എം നോട്ട് പ്രാക്ടീസിങ് ഇറ്റ് റെഗുലർലി. ആ സമയത്ത് ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം എന്താണെന്നറിയാം, നമുക്ക് പെട്ടെന്ന് വി വിൽ ഗെറ്റ് സം സൊല്യൂഷൻ, ഫോക്കസ് കിട്ടുക. അതാണ് മാം ആദ്യം പറഞ്ഞ പോയിന്റ് ആണ് ഇതിന് പിന്നിലെ സയൻസ് എന്ന് പറയുന്നത്. നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഫോക്കസ് കിട്ടും. നമുക്ക് എന്തില്ല സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചലഞ്ചസിനെ എടുത്ത് ലോറിക്ക് കൊണ്ട് ഇറക്കുക എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ അതിന്റെ കോൺസിക്വൻസസ് മൊത്തം ചിന്തിച്ചിട്ട് അതിനകത്ത് നമ്മളെ കൊണ്ട് ജാം ആക്കിയിരുത്തും. പിന്നെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യും. ഒരു കുളം കലങ്ങിയിരിക്കുന്ന ഒരു കുളം ക്ലാരിറ്റി ആയി കിട്ടുന്ന, ഒരു ക്ലിയർ ആയി കിട്ടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഹോപ്പനോപ്പനോ നമുക്ക് തരുന്നത്. അത്രയും ഒരു ബ്യൂട്ടിഫുൾ മാജിക് ആണ് നമ്മളിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മളില്ലേ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ പറഞ്ഞു, അല്ലെ ഒരു ക്ലാരിറ്റി കുറവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിയർ, ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം മാത്രമല്ല, ലൈഫ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. എവറി ഡേ വി ആർ ഫേസിങ് സം മോർ അതർ ഫിയർ, ചാലഞ്ചസ് എല്ലാം ആണ്. ആ സമയത്ത് ഞാൻ ഇവൾക്ക് ഫിയർ ആ തോന്നുന്നെങ്കിലില്ലേ, ഞാൻ ഒന്നും നോക്കത്തില്ല, ഐ എം സോറി മൈ ഡിയർ, എന്റെ മോളുടെ പേര് പറഞ്ഞിട്ട് ഫിയർ, അവളുടെ ഫിയർ, അത് ഞാൻ കാണാൻ എനിക്ക് എന്തോ കർമ്മമുണ്ട് എന്ന് തന്നെ ഞാൻ അങ്ങോട്ട് ഫിക്സ് ചെയ്യും അത്. എന്നിട്ട് അങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. കുറെ ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് ഒരു കുറച്ച് ടൈം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ രാവിലെ ഇവള് പറഞ്ഞെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ ഇവള് വളരെ ക്ലിയർ ആയിരിക്കും. അപ്പൊ ആ ജേർണി തന്നെ ശരിക്കും എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ അതാണ് ശരിക്കും. കഴിഞ്ഞ ദിവസം മോൻ തന്നെ പറഞ്ഞില്ലേടാ, റിസൾട്ട് ഒന്നും കൂടി ഇനി റീടെസ്റ്റ് വരുമോ എന്ന് ചിന്തിച്ചപ്പം ഒരു ഫ്യൂച്ചർ ഡോക്ടറാണ് ആ പറയുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ആ ഒരു പ്രഷർ ഫാക്ടർ എന്തേരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെയൊക്കെ നമുക്ക് കറക്റ്റ് ഗൈഡൻസ് എടുത്ത് കറക്റ്റ് സപ്പോർട്ട് എടുത്ത് സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിച്ച് റിലാക്സ്ഡ് ആവാൻ നമ്മളെ പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്യൂച്ചർ ഡോക്ടർ അത്ര ക്വാളിഫൈഡ് ഡോക്ടറായിട്ട് മാറും. ശരിക്കും നമ്മളൊക്കെ ജീവിക്കുന്നത് എന്താ, എന്ത് ചെയ്യുന്നു, എന്ത് പ്രവൃത്തി ചെയ്യുന്നത് ആസ്വദിച്ച് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് അല്ലേ? അവിടെ മാമിന്റെ കോൺട്രിബ്യൂഷൻ
ആയിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പാരന്റ്സ് സാധാരണ ഞാൻ കാണുന്ന എന്റെ ഫ്രണ്ട്സിന്റെ ആരുടെയും പാരന്റ്സ് ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യത്തില്ല. They will always blame the kids for their performance. എപ്പോഴും അല്ലെങ്കിൽ എന്റെ അമ്മ എന്റെ പെർഫോമൻസ് അമ്മയുടെയും കൂടെ ഒരു യെസ് ഇതായിട്ട് അമ്മ എടുത്തു. എന്നിട്ട് അമ്മ എന്നെ സ്റ്റെബിലൈസ് ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു പീരിയഡിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കിനി ഫ്യൂച്ചറിൽ എനിക്ക് തന്നെ നിൽക്കാനുള്ള പവർ എനിക്ക് ഇപ്പൊ അമ്മ തന്നു കഴിഞ്ഞു. അത് നിങ്ങളിലൂടെയൊക്കെ അമ്മ എനിക്ക് കൊണ്ട് തന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ബ്യൂട്ടിഫുൾ കുട്ടികളും ബ്യൂട്ടിഫുൾ. പാരന്റ്സ് ശരിക്കും ഇങ്ങനത്തെ മെന്റേഴ്സിനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാല് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. ആ ഹോൾ ഫാമിലി ട്രാൻസ്ഫോം ആവും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഇപ്പോഴത്തെ എന്റെ ഫ്രണ്ട്സിനാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാം ഉണ്ട്. അപ്പൊ അവരുടെ പാരന്റ്സ് കൂടെ നിൽക്കുവാണെങ്കിൽ പാരന്റ്സും ഹീലാവും, കുട്ടികളും ഹീലാവും, ഫാമിലി തന്നെ ഹീലാവും. ഫാമിലിയുടെ ആ സമാധാനത്തിലേക്ക് നമുക്ക് ഫോക്കസ്ഡ് ആകാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ അത്രയും അധികം ആസ്വാദ്യത കൊണ്ടുവരാനും പറ്റും അല്ലെ. അതെ അതെ അതെ. നമ്മുടെ ആ ഒരു പ്രോസസ്സ് ഫുൾ എൻജോയ് ചെയ്ത് പർപ്പസ് അറിഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു അറിവുണ്ടെന്ന് പോലും അറിയാത്ത പേരൻസ് ആണ് കൂടുതലും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഹെൽപ്പ് എടുക്കാം എന്നറിയില്ലല്ലോ, അല്ലെങ്കിൽ അത് എടുത്താൽ കൊച്ചിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ചെയ്തിട്ട് എന്താണ് അല്ലെ, അങ്ങനെ ചിന്തിക്കുന്ന ആ തോട്ട് പ്രോസസ്സിൽ പോകുന്ന പേരൻസ് അല്ലേ കൂടുതൽ. അവര് ചെയ്യേണ്ടത് അവര് ചെയ്യട്ടെ, അതിനകത്ത് ഞാൻ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്താന്ന് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. മോളെ എക്സാമിനെ പറ്റി എത്രാമത്തെ തവണയാണ് എഴുതുന്നത്, റിസൾട്ട് എന്താണെന്നൊക്കെ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കോ നമുക്ക്. ഞാനിത് തേർഡ് അറ്റംപ്റ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. തേർഡ് അറ്റംപ്റ്റിലാണ് എനിക്കിപ്പോൾ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഈ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ ഒരു 24 lakh സ്റ്റുഡൻസ് എഴുതുന്നതാണ്. അതിൽ 1 lakh സീറ്റ്സിന് വേണ്ടിയാണ് എല്ലാവരും കമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റാറ്റ് റേസ് തന്നെയാണ്. ഞാൻ 720 മാർക്സിലാണ്, ടോട്ടൽ 720 ആണ്. അപ്പൊ എനിക്ക് 693 സ്കോർ ചെയ്യാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സെക്കൻഡ് ടൈം ഞാൻ എഴുതിയപ്പോൾ നന്നായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ 12th കൂടെയാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ അത്ര എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല, ബോർഡ്സ് ഉണ്ടായിരുന്നതുകൊണ്ട്. പിന്നെ ഫസ്റ്റ് ഡ്രോപ്പ് എടുത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ഹെൽപ്പും എടുത്തില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പൊ ഒട്ടും ഹെൽപ്പ് വേറെ മെന്റലി നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്യാൻ ആരും അങ്ങനെ ഹെൽപ്പ് എടുത്തില്ല നമ്മള്. പിന്നെ പാരന്റ്സും ടെൻസ്ഡ് ആയിരുന്നു, ഞാനും ടെൻസ്ഡ് ആയിരുന്നു. അങ്ങനെ ഒരു നന്നായിട്ട് ഞാൻ എക്സാംസിനൊക്കെ ഞങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റുകളുണ്ട്. ഈ എക്സാമിന് മുമ്പ് കുറെ സീരീസ് ഓഫ് മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പൊ മോക്ക് ടെസ്റ്റുകൾക്കൊക്കെ ഞാൻ നന്നായിട്ട് സ്കോർ ചെയ്യുമായിരുന്നു. വൈ ബിക്കോസ് റിയൽ എക്സാമിന്റെ ഒരു പ്രഷർ ഇല്ല ആ സമയത്ത്, പോർഷൻസും കുറവാണ്. അപ്പൊ അങ്ങനെ നല്ല മാർക്ക് എടുത്തെടുത്ത് പോയതാണ്. എവ്രി വൺ ഹാഡ് ഹോപ്പ് ഇൻ മീ. എന്റെ ഹോൾ ക്ലാസ് അവർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. എന്റെ ക്ലാസ് ടീച്ചർ ആണെങ്കിലും എല്ലാവർക്കും എനിക്ക് കിട്ടും ഉറപ്പായി. എനിക്ക് തന്നെ ഓക്കെ കിട്ടും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം കൊണ്ട് ആ പ്രഷർ ഇങ്ങനെ ബിൽഡപ്പായി വന്നപ്പം ലാസ്റ്റ് ഡേ എനിക്കത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. എന്റെ ബ്രെയിൻ ഫ്രീസ് ആയി പോയി. ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻസ് ടഫായി കണ്ടപ്പോ തന്നെ എന്റെ ബ്രെയിൻ ഫ്രീസ് ആയി, പാനിക് മോഡിലേക്ക് പോയി. അങ്ങനെ എനിക്ക് അത് നന്നായിട്ട് എഴുതാൻ പറ്റാതെ വന്നു. മോസ്റ്റ്ലി ബിക്കോസ് ഓഫ് ദ പാനിക് അറ്റാക്ക്. കാരണം ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു, എനിക്ക് എല്ലാം അറിയായിരുന്നു. പിന്നെ തിരിച്ചു വന്ന് നോക്കിയ സമയത്ത് എനിക്ക് മെജോറിറ്റി അറിയായിരുന്നു, അറ്റംപ്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്റെ പേടി കാരണം അറ്റംപ്റ്റ് ചെയ്തില്ല. ഇത് എന്റെ മാത്രം സ്റ്റോറി അല്ല, ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനാണെങ്കിൽ ഒരുപാട് പേര് 4th അറ്റംപ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് അവര് മെന്റലി വീക്ക് ആയതുകൊണ്ടല്ല, അവരുടെ ആ സിറ്റുവേഷൻ കാരണമാണ് അങ്ങനെ ആയി പോകുന്നത്. കുറച്ച് വീക്ക്നെസ് ഉണ്ട്, അഫ്കോഴ്സ്. പഠിക്കുന്നുണ്ട്, അവരെല്ലാരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നെ പോലെ. പക്ഷെ അവസാനത്തെ നിമിഷം അവർക്കത് ഒരു യുദ്ധം പോലെയാണല്ലോ, അത് ആ മെന്റൽ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല. അതാണ് പറ്റുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിൽ അർജുനൻ പകച്ചു നിന്ന പോലെ ഞാനും പകച്ചു നിന്നു. ആയപ്പോഴത്തേക്കും അവിടെ കൃഷ്ണന്റെ സ്ഥാനത്ത് അമ്മ വന്നു, അമ്മ സ്വയം പ്രിപ്പയർഡ് ആയി വന്നു എന്നുള്ളതാണ് ഈ അമ്മയുടെ ബ്യൂട്ടി. 3 പേരും എന്ന് പറയാം, നിങ്ങൾ എല്ലാരും കൃഷ്ണന്റെ ആ അംശം തന്നെ. മക്കളെ, അവിടെ അമ്മയുടെ ആ എഫേർട്ടിനെ ശരിക്കും അത് എടുത്തു പറയാതെ വയ്യ. ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു പാരന്റ് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്തിരിക്കും. പിന്നെ അത് ചില കുട്ടികൾക്ക് അങ്ങനെ പെട്ടെന്നൊരു ഇതില് മെന്റലി സ്ട്രോങ് ആവില്ല. നമുക്ക് എപ്പോഴും അവൈലബിൾ ആകുന്നത്, നമ്മൾ ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പേരൻസിനില്ലേ. അപ്പൊ അവര് മെന്റലി സ്ട്രോങ് ആകുക എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് മാറി. ശരിക്കും എന്നെ കൃഷ്ണന്റെ റോള് തന്നെയാണ് അമ്മ ഇവിടെ നിർവഹിച്ചത് എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എടുത്തു. നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, പക്ഷെ അമ്മയാണ് ഇത് ആക്ച്വലി
തേർഡ് അറ്റംപ്റ്റ് ആയപ്പോൾ അമ്മയാണ് ഈ ഡിസിഷൻ എടുത്തത്, വി ഹാവ് ടു ടേക്ക് ഹെൽപ്പ് എന്നുള്ള ഡിസിഷൻ അമ്മയാണ് എടുത്തത്. ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഫസ്റ്റ് വേറൊരു സൈക്കോളജിസ്റ്റ് വിപിൻ സാറിന്റെ അടുത്താണ് പോയത്. പിന്നെ സാറ് സജിനിമാവ് ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ ഇങ്ങനെയൊക്കെ മെന്റേഴ്സിന്റെ ഹെൽപ്പ് എടുത്തത് ഭയങ്കര ക്രൂഷ്യൽ സ്റ്റെപ്പായി പോയി. അത് ശരിക്കും ഒരുപാട് പേരങ്ങ് ചെയ്യണം, എന്നാലേ ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ആ അമ്മ മനസ്സെന്ന് പറയുന്നത്. കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട് എടുത്ത് അവിടെ ഓരോ സിറ്റുവേഷനിലും ആ അവൈലബിലിറ്റി ഓഫ് ടൈമിനെ നോക്കി 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 ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് തന്നെ ആ ഫോക്കസ്ഡ് ആയിട്ട് ആ മെന്റൽ പവർ നിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഫോക്കസ്ഡ് ആയിട്ട് അമ്മ ലാസ്റ്റ് ഡേ വരെ അമ്മ അത്ര ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ എക്സാം എഴുതുന്ന ദിവസം ഷി വാസ് ചാൻറ്റിങ് ദ ഹോൾ ടൈം. ഓപ്പനെ പോലെയാണ് ചാൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ പവർ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ശരിക്കും ഭയങ്കര മാജിക്കൽ പവറാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല. അമ്മ അത് ചാൻറ്റ് ചെയ്ത് ആദ്യം തുടങ്ങിയപ്പോ എനിക്ക് പിന്നെയും ടെൻഷൻ അടിച്ചു. പക്ഷെ ഞാനത് കുറച്ചായപ്പോ തന്നെ ഐ കുഡ് ഓവർകം ദ ടെൻഷൻ ബിക്കോസ് ഓഫ് ദിസ് പവർ. എനിക്ക് അറിയായിരുന്നു അമ്മ വാസ് ചാൻറ്റിങ്. പിന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. നമുക്ക് ബ്ലെസ്സിങ് കിട്ടും. അപ്പൊ എല്ലാ കുട്ടികളും ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യം ആഗ്രഹമുണ്ട്. എന്നെ പോലെ എനിക്കറിയാം, എനിക്ക് രണ്ട് ഫേസും അറിയാം. ഒരു ഹെൽപ്പ് ഇല്ലാതെ നിൽക്കുന്ന ഫേസും ഹെൽപ്പ് എടുത്ത് നിൽക്കുന്ന ഫേസും തമ്മിലുള്ള ഡിഫറൻസ് എനിക്കറിയാം. ഈ ഒരു വയസ്സിൽ നമുക്ക് അത്ര മെച്യൂരിറ്റി ആയിട്ടില്ലാത്ത സമയം നമ്മൾ ഹെൽപ്പ് എടുത്താൽ then we'll bloom into a beautiful flower. നമ്മൾ മാറും. നമ്മള് ശരിക്കും കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് നമ്മള് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ലൈഫ് നമുക്ക് കിട്ടും. പിന്നെ കാരണം ഈ സമയം ഇത്രയും നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവര് ബാക്കി ലൈഫ് എക്സ്പീരിയൻസസിലേക്ക് ഒന്നും പോകാനുള്ള അവസരമില്ല. അല്ലാതെ ഇത് ആരുടെ, മോള് പറഞ്ഞ പോലെ ഇത് ആരുടെയും കുറ്റമല്ല. പക്ഷെ നമ്മളൊരു മെന്റൽ സഫറിങ്ങിൽ വന്നു കഴിയുമ്പം എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പൊ അവിടെ എങ്ങനെ പവർ ഉണ്ടാക്കണം എന്നുള്ളതിൽ നമ്മൾ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ മെസ്സേജ് ലോകത്തിന് കൊടുക്കുന്നത്. മൈ ഹേർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ശരിക്കും ഐ റിയലി ഫീൽ പ്രൗഡ് അബൌട്ട് ബോത്ത് ഓഫ് യു. തലയണ മന്ത്രം ഒരു വേറൊരു ടൂളാണ്. അത് അടിപൊളി സാധനം. അതെന്ന് വെച്ചാൽ നമ്മുടെ ചിലപ്പോൾ നമുക്ക് ചില സമയം നമുക്കൊരു ഒരുപാട് ബ്ലോക്കേജസ് ഉണ്ടാവും. നമ്മുടെ ഡ്രീമിലേക്ക് എത്താനുള്ള കുറെ ബ്ലോക്കേജസ് ഉണ്ട്. അതായത് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ല, നമ്മൾ ചെയ്യുന്ന കാര്യം ഇനഫ് ആണോ എന്ന് നമുക്ക് അറിയില്ല, ഒരുപാട് സെൽഫ് ഡൗട്ട്, അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കും. അപ്പൊ ആ സമയത്ത് ഈ ഒരു ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്തൊരു ടൂളാണ് തലയണ മന്ത്രം എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മൾ എവിടേക്കാണോ എത്തേണ്ടത്, അത് നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട്, ഇറ്റ് മേ സൗണ്ട് ഫണ്ണി ബട്ട് ഇറ്റ് വർക്ക്സ്. ഒരു പേപ്പറിൽ നമ്മൾ എഴുതിയിട്ട് എന്താണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ എഴുതിയത് ഞാൻ ഡോക്ടർ ആയതിന് നന്ദി, അല്ല ഞാൻ നീറ്റ് എക്സാം ഫസ്റ്റ് സ്റ്റെപ്പ് നീറ്റ് എക്സാം ഞാൻ നല്ല മാർക്കോടെ ഞാൻ പാസ്സായതിന് നന്ദി, എനിക്ക് നല്ല ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിന് നന്ദി, പിന്നെ എന്റെ അച്ഛനും അമ്മയും അന്ന് സന്തോഷിച്ച് ആ എക്സാമിന്റെ ദിവസം ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിന് നന്ദി. അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് ആദ്യം എഴുതുമ്പോ നമുക്ക് വിശ്വാസം വരില്ല. 1-2 പ്രാവശ്യം ഇത് വായിച്ചു കഴിയുമ്പോ നമുക്ക് ആ സീൻ ഇങ്ങനെ മനസ്സിലൂടെ ഒരു സിനിമ പോലെ പ്ലേ ചെയ്യും. അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുപോലെ ഒരു പോയിന്റ് കൂടി ഇല്ലേ മക്കളെ, ആ ലാസ്റ്റ് പൂർണ്ണത്രയേശിന് നമ്മള് താമര സമർപ്പിച്ച് അതിന്റെ ഹാപ്പിനെസ് എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് കൂടി ഇല്ലായിരുന്നു. നമ്മുടെ ഇഷ്ടദൈവമാണ് പൂർണ്ണത്രയേശൻ, തൃപ്പൂണിത്തുറ ദൈവമാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ദൈവം, ഇഷ്ടമുള്ള ശക്തി എന്താണെങ്കിലും ആ ഒരു ദൈവത്തിന് നിങ്ങൾ ആ നന്ദി സമർപ്പിക്കുന്നത്, ഇത് കിട്ടിയതിന് നന്ദി സമർപ്പിക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മള് ഒരു ഇതിൽ എഴുതി വെക്കുക, ലെറ്റർ പോലെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മുടെ കിടക്കുന്നതിന് മുമ്പ് അത് വായിക്കുക, എണീറ്റ് കഴിഞ്ഞിട്ടും വായിക്കുക. എത്ര പ്രാവശ്യം വേണമെങ്കിൽ വായിക്കാം. 7 times വായിക്കാനാണ് മാം പറയാറ്. അപ്പൊ അങ്ങനെ അത് വായിച്ചിട്ട് ആദ്യം നമുക്കൊരു വിശ്വാസം വരില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിതൊന്നും സാധിക്കാത്തത്. ഇത് വായിക്കുമ്പോൾ മാജിക് അല്ല, ഇത് സൈക്കോളജിക്കലി റീസൺ ഉണ്ട്. കാരണം നമുക്ക് വിശ്വാസം വരും, നമ്മൾ ഇങ്ങനെ നമ്മളാകും എന്ന് വിശ്വാസം വരുമ്പോൾ നമ്മൾ അതിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഞാനാണെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, ഞാൻ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ തുടങ്ങി, ഞാൻ എന്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യാൻ തുടങ്ങി, ടു ഡു ലിസ്റ്റിൽ കൂടുതൽ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി, ഞാൻ ഗൈഡൻസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ സബ്കോൺഷ്യസ്ലി നമ്മള് എന്താ പറയാ, നമ്മൾ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ ഗോളിലേക്ക് ഇൻസ്റ്റഡ് ആക്ഷൻ കൂടി എന്നുള്ളതാണ്. എന്താ പറയാ. അപ്പം അത് ആ ചെറിയ ചെറിയ ആക്ഷൻസ് വിൽ ആഡ് അപ്പ് ടു ദ ഫൈനൽ റിസൾട്ട്.
ഈ ആക്ഷൻ ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് വേണം. കിട്ടും. അത് കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഇറ്റ്സ് നോട്ട് മാജിക്, ഇറ്റ്സ് പ്യുവർ സൈക്കോളജി. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ജേർണി ആയിരുന്നു. നീറ്റ് എക്സാം എന്ന് പറയുന്നത് പലർക്കും നല്ല ഒട്ടുമിക്ക 90% ആൾക്കാർക്കും കുടുംബം മുഴുവൻ നീറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നീറ്റിൽ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ നിങ്ങളുടെ കടന്നു വന്ന എക്സാമിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് എങ്ങനെയാണ് പിന്നെ ഹോപ്പനോപ്പനോ നമ്മളെ സപ്പോർട്ട് ചെയ്തത്? ആ സമയം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ശരിക്കും നമ്മൾ ഈ റിസൾട്ട് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു, ഉടനെ അലോട്ട്മെന്റ് തുടങ്ങും, നമുക്ക് നല്ല അഡ്മിഷൻ കിട്ടും, നമ്മൾ അച്ചീവ് ചെയ്തു കഴിഞ്ഞു എന്നൊരു ഇതിൽ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഈ ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നു. എല്ലാവർക്കും അറിയായിരിക്കും, നീറ്റ് സ്കാം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആരോപണങ്ങളും മീഡിയയും എല്ലാരും കൂടെ ഒരുമാതിരി നമ്മളെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പോലത്തെ അവസ്ഥ. പിന്നെ എന്താ ഈ ജഡ്ജ്മെന്റ് എപ്പോഴും നമ്മൾ ഈ ഒരു എന്താ ഒരു ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമുക്ക് നല്ല മാർക്ക് കിട്ടി, ഓക്കെ കഴിഞ്ഞു എന്നാ വിചാരിക്കുന്നത്. പക്ഷെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് അത് ഫോളോ ചെയ്തത്. അപ്പം ആ സമയത്ത് നമുക്ക് ശരിക്കും പേടിയായി പോയി. ഇതൊക്കെ കുറച്ച് ഈ പ്രാക്ടീസ് ഒക്കെ വിട്ടു ആദ്യ സമയത്തൊക്കെ. ആ പ്രാക്ടീസ് വിട്ടത് കൊണ്ടാണ് ആ ശക്തി കിട്ടിയില്ല ശരിക്കും. എന്നിട്ട് നമ്മൾ എല്ലാരും ടെൻസ്ഡ് ആയിരുന്നു. എന്റെ കൂടെയുള്ള ഫ്രണ്ട്സും ചില കുട്ടികൾ ആൻസൈറ്റിക്ക് മരുന്ന് വരെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നല്ല മാർക്ക് കിട്ടിയിട്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് ഓർക്കണം. ശരിക്കും ഇറ്റ് വാസ് ടോട്ടലി ഔട്ട് ഓഫ് അവർ കൺട്രോൾ. ഞങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമല്ല. ഇപ്പൊ എക്സാമിന് പഠിക്കാൻ വെച്ചാൽ അറ്റ്ലീസ്റ്റ് വി ക്യാൻ സ്റ്റഡി, നമുക്ക് പഠിക്കാം, നമുക്ക് നമ്മൾ നോക്കാത്ത ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം, വി ക്യാൻ ഡു അവർ പാർട്ട്. പക്ഷെ ഈ കേസിൽ വി കുഡന്റ് ഡു എനിത്തിങ്. നമ്മൾ ജസ്റ്റ് നോക്കിയിരിക്കും, നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാതെ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ആ സമയത്തും ഈ നീറ്റ് റിസൾട്ട് നന്നായിട്ട് വരാൻ വേണ്ടി ഓപ്പനോപ്പനോ ചെയ്യുമായിരുന്നു. അത് ഞങ്ങൾക്ക് ശരിക്കും ഞാനൊന്നും ചെയ്യത്തില്ലായിരുന്നു, ആക്ച്വലി ടെൻസ്ഡ് ആയിരുന്നു. പക്ഷെ എന്നാലും അതിലേക്ക് കുറച്ചൊക്കെ ചെയ്തു. ഓപ്പനോപ്പനോ ചെയ്തു, ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുമായിരുന്നു. നമുക്ക് വലിയ വിശ്വാസം വന്നില്ല എങ്കിലും നമ്മൾ ചെയ്യുക, എന്തോ ഒരു മാജിക് അതിനുണ്ട് എന്ന് നമുക്ക് അറിയാലോ. അതുകൊണ്ട് ഡെയിലി ചെയ്യുമായിരുന്നു, ഞാൻ ചെയ്യുമായിരുന്നു, അമ്മയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഫൈനലി ഇപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ മാറി, ആ പ്രശ്നങ്ങളൊക്കെ മാറി. സുപ്രീം കോടതി വേർഡിക്റ്റ് വന്നു, റീ എക്സാം നടത്തണ്ട, വലിയ ലീക്ക് ഇല്ല, കാര്യമായ ലീക്കൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് കൗൺസിലിംഗ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്കൊരു ഇത് കിട്ടി. അപ്പം ഇപ്പൊ ആ സന്തോഷത്തിലാണുള്ളത്. അവിടെയും നമ്മളൊരു എക്സ്പീരിയൻസ് എടുത്തു. നടക്കാനുള്ളത് നടക്കാൻ അനുവദിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടതിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എടുത്തല്ലോ. അല്ല, സജിന മാം എപ്പോഴും പറയാറുള്ള പോലെ ആ എക്സ്പീരിയൻസിൽ നിന്നും ഒരുപാട് സെറ്റ് ഓഫ് വിസ്ഡം ഉണ്ടായിരുന്നു. അതാണ് അത് നമുക്ക് അപ്പം മനസ്സിലാവുന്നില്ല എന്തിനായിരുന്നു വൈ മീ. പണ്ട് എനിക്ക് ഈ ഓപ്പനൊപ്പന ചെയ്യാൻ തുടങ്ങിയപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്നോട് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യനാ, വൈ മീ. കാരണം ഐ ഗോട്ട് ദ ആൻസർ ഫോർ ദാറ്റ്. ഈ ഓപ്പനൊപ്പന സെഷനിൽ വന്ന ശേഷം എന്തുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ എനിക്ക് ക്ലിയർ കട്ട് ആൻസർ കിട്ടി. അത് നമുക്കുള്ളതാണ്. നമുക്കുള്ള സാധനം നമ്മുടെ സ്വത്ത് വേറെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ തന്നെ അതിന്റെ അത് ഓൺ ചെയ്തേ പറ്റത്തുള്ളൂ. ആ ഓണർഷിപ്പ് നമുക്ക് തന്നെയാണ് എന്നുള്ള കാര്യം നല്ല ഷുവറായി. അത് ഒരുപാട് സെൽഫ് ടോക്കിനെ ഇല്ലേ, പോസിറ്റീവ് സെൽഫ് ടോക്കിനെ ഇംപ്രൂവ് ചെയ്യും, നെഗറ്റീവ് സെൽഫ് ടോക്കിനെ കുറയ്ക്കും. വൈ മീ എന്നുള്ളതിന് ആൻസർ ആയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ സങ്കടം വരുമ്പം, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ വൈ മീ എന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് പോസിറ്റീവായിട്ട് സന്തോഷം വരുമ്പോൾ ഒരുത്തനും ചോദിക്കില്ല എന്തുകൊണ്ട് എനിക്കിത് തിരിച്ചും പോരട്ടെ എന്നാണ്. മറ്റേ നമുക്ക് വേണ്ട. അപ്പം ആ ഒരു ഇത് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചോദിച്ചിട്ടില്ല. വീണ്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും എല്ലാം കൊണ്ടും നമ്മൾ ഒരു ഇത് വിട്ടുപോയി. ആ ഒരു സമയത്ത് വീണ്ടും ഈ ക്വസ്റ്റ്യൻ വന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അതിന് ഷിഫ്റ്റ് കിട്ടി. ഇത് നിനക്കുള്ളത് തന്നെ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആൻസർ വരും. പലതിനും നമ്മുടെ ഉള്ളിൽ ആൻസർ ഉണ്ട്, നമ്മൾ ആ ഉള്ളിലേക്ക് നോക്കുന്നില്ല ശരിക്കും ആൻസറിനൊന്നും. ഇപ്പൊ ഈ നമ്മുടെ ഈ പ്രാക്ടീസ് കൊണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇരുന്ന കണ്ണ് കുറച്ച് അകത്തേക്കും കൂടെ വലിക്കും. അകത്തെന്താ നടക്കുന്നതിനും കൂടി നമുക്കൊരു അറിവ് കിട്ടും. എത്ര കൂട്ടുന്നോ അത്രയും കണ്ട് അവർക്ക് ഇതിൽ പവർ ഉണ്ടാവും, അവർക്ക് അത്രയും കണ്ട് ആശ്വാസം കിട്ടുകയും ചെയ്യും. പ്രാക്ടീസ് കുറയുന്നതിനനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി മാറുകയും ചെയ്യും.
Consistency So is the key. you should have a practice. Thank you so much. ഇല്ല, ഞാൻ തന്നെ നമ്മുടെ സജിനി മാമിന്റെ ക്ലാസ്സിൽ വെച്ചിട്ട് നമ്മുടെ ജയ്മോൻ ജി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇതിന്റെ ഇൻട്രഡക്ഷൻ കിട്ടുന്നത്. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ തന്നെയൊക്കെ ഇത് ചെയ്യും. പക്ഷെ ഒരു ഗുരുമുഖത്തു നിന്ന് ഒരു വിദ്യ പഠിക്കുന്നതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. മാസ്റ്റർ മൈൻഡിന്റെ പവർ എടുക്കുക എന്ന് സജിനി പറയുന്നത്. മാമിന്റെ ഭാഷയിൽ പറഞ്ഞ മാസ്റ്റർ മൈൻഡ്. നമ്മൾ എന്ത് കാര്യവും ഒരേ വൈബിലുള്ള ഒരേ ബ്ലെസ്സിങ്ങോടെ ഇരുന്ന് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു അമേസിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. ശരിക്കും ആ ഒരു പർപ്പസിലാണ് ഞാൻ മാമിനെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ. ഇവിടെ ശരിക്കും നമ്മൾ ഒരാളല്ലല്ലോ മാജിക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു നമുക്കറിയാലോ, നമ്മുടെ ഹാപ്പി സോൾസിന്റെ ആ ഒരു എല്ലാവരുടെയും കൂടെയുള്ള ആ ഒരു സന്തോഷവും ബ്ലെസ്സിങ്സും, ഒരാളുടെ സങ്കടം മറ്റൊരാളുടെ സങ്കടമായി മാറുന്നു, ഒരാളുടെ ചെറിയ സന്തോഷമാണേലും അത് മറ്റൊരാളുടെ വലിയ സന്തോഷമായി മാറുന്നു. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയും കൂടാണ് നമ്മളെ ഇവിടെ ഒരുമിച്ച് ചേർന്ന് ബിൽഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഇപ്പം നമ്മുടെ സജിനി മാമിന്റെ ഒരു സെഷൻ ഉണ്ട് ഞങ്ങൾക്ക്. അതാണേലും ഈ ഇപ്പൊ ഇവിടുത്തെ സ്വസ്തി കപ്പിളിന്റെ ഈ സെഷൻ ആണേലും നമുക്ക് 7 മണി ആകുമ്പോഴത്തേക്ക് ഒരു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിക്കാനായിട്ടൊരു മൂഡാണ്. നമുക്കൊരു എന്താണ്, നമുക്ക് വേറെ ഒരു സ്ഥലമൊന്നും വേണ്ട ഇപ്പം. ബാക്കിയെല്ലാം നമുക്ക് കിട്ടും മാം. പക്ഷെ ഒരേപോലെ ചിന്തിക്കുന്ന മനുഷ്യരുടെ ഒപ്പം ഇരിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ചോയ്സ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് അല്ലേ പുറത്തുനിന്ന് കിട്ടും. പക്ഷെ ഇങ്ങനൊരു ചോയ്സ് എടുക്കുക എന്ന് പറയുന്നത് റിയൽ ബ്ലെസ്സിങ് ആണ്. അതെ. ഇവിടെയൊക്കെ ഈ സെഷനിലൊക്കെ വന്ന് പെട്ടത് ശരിക്കും റിയൽ ബ്ലെസ്സിങ് തന്നെയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതല്ലല്ലോ. അതെ. ദൈവം നമ്മളെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ ഒത്തിരി പേർക്ക് വലിയൊരു മാതൃകയായി തന്നെ തീരാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിന്റെ ഈ സന്തോഷത്തിന്റെ ഭാഗമാകാൻ സജിനി മാമിനും ഞങ്ങൾക്കും ഭാഗ്യം ലഭിച്ചതിൽ ഒത്തിരി സന്തോഷം. എപ്പോഴും സ്വീറ്റ് ശ്രീവിദ്യ ആൻഡ് ജോയ്ഫുൾ ജയലക്ഷ്മിയായി, എന്താ സിനിമയിലൊക്കെ കാണുന്ന പോലെ അച്ചുവിന്റെ അമ്മയും അല്ലേ, അതുപോലെ ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അമ്മയ്ക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് മാം കൊടുത്തിരിക്കുന്നത്. ഐ എം പ്രൗഡ് ഓഫ് യു മാം. താങ്ക് യു സോ മച്ച്. ശരിക്കും ഈ ഒരു റിയൽ മോഡലിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മാം. അതുപോലെ ആ ഗ്രാറ്റിറ്റ്യൂഡ് എടുത്ത് ആ പറയുന്നതൊക്കെ, കാരണം ഈ ഇത്രയും തിരക്കിനിടയിലും പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ശ്വാസം വിടാനായിട്ട് അവർക്ക് സമയം മാറ്റി വെക്കാനില്ല. പക്ഷെ അതിനുള്ളിലും ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും അമ്മ പറയുന്നതൊക്കെ കേൾക്കാനും കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ. അത് കറക്റ്റ്. അമേസിങ്. അതിനുള്ള ഒരു ഇത് കാണിക്കുമായിരുന്നു. നമ്മൾ പറയുന്നത് കേട്ട് അതിലെ പ്രാക്ടീസ് ചെയ്ത് മുൻവിധി ഇല്ലാതെ എക്സ്പീരിയൻസ് എടുക്കാൻ റെഡി ആവില്ലേ. ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. വെൽക്കമിങ് ആയിരുന്നു മോള്. ആദ്യം നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല. എനിക്കും ആദ്യം ഇതൊന്നും കേറിയില്ലായിരുന്നു. പിന്നെ പഠിത്തം മാത്രം പോരാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാണ്. ഒരു എക്സ്പീരിയൻസിന് എടുത്തതാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ജഡ്ജ്മെന്റ് ഇല്ലാതെ ചെയ്ത് നോക്കി എക്സ്പീരിയൻസ് എടുത്ത് നോക്കാന്ന് സജിനി മാം എപ്പോഴും പറയും. മുൻവിധി ഇല്ലാതെ എക്സ്പീരിയൻസ് എടുക്കണം. അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസ് എടുത്തപ്പോ പഠിത്തം ഈസി ആയി എന്നുള്ളതാണ്. ശരിക്കും ഒരുപാട് 14 മണിക്കൂറൊന്നും കിടന്ന് ചത്തില്ലെങ്കിലും നമുക്ക് അതിനേക്കാളും പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. ചെറിയ സമയം കൊണ്ട് ഒരുപാട് കേറും. നമ്മുടെ ചിന്തകൾ വന്ന് ഹൈജാക്ക് ചെയ്യില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് മോളുടെ ഒരു പ്രത്യേകത കോമ്പറ്റേറ്റീവ് എക്സാം ഫോർ ഡെയിലി ലൈഫ്, ഫോർ ഡെയിലി അവർ ഡേ ടു ഡേ ലൈഫ് ഓൾസോ നമ്മളൊക്കെ ഒരുപാട് ഇമോഷണൽ ബേർഡൻ കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ ഇതുപോലത്തെ എന്താണ് നല്ല പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്ത് ആ സന്തോഷം എടുത്ത് ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കാം. ലൈഫ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. പണ്ടൊരു സിനിമ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഏത് മണ്ടനാണ് അപ്പൊ ഇങ്ങനെ ഒരു പേര് ഈ സിനിമയ്ക്ക് ഇട്ടത്. ശരിക്കും ലൈഫ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ഈസി, എഫേർട്ട്ലെസ് ആൻഡ് വിത്ത് ലോട്ട് ഓഫ് ഹാപ്പിനെസ്. അതാണ് റിയൽ നമ്മുടെ സത്യം. നമ്മളാണ് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഹൗ യു അപ്രോച്ച് ഇറ്റ്. യെസ്, ഡെഫിനറ്റ്ലി. ആ അപ്രോച്ചിനെ ശരിയാക്കാൻ ഇതുപോലത്തെ നല്ല നല്ല സെഷനുകളിൽ നമ്മൾ ചെന്ന് പെടണം. Thank you so much. Thank you Vidyamma. Thank you Jayalakshmi മോളെ. Thank you Sajini ma'am for your support and your love. ആ ഒരു അറിഞ്ഞ സത്യം, അറിഞ്ഞ സ്നേഹത്തെ സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ, ആ ഒരു സ്നേഹത്തെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു, ഐ ലവ് യു. I forgive myself and Swasti. See you.